മൈനിങ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു സിമ്പിൾ ആയിട്ട് ബിറ്റ്കോയിന്റെ മൈനിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു ട്രാൻസാക്ഷൻ BTC വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബൈനാൻസിന് വേറെ ആൾക്ക് വേറെ ബസിറക്സിലൂടെ വേറെങ്കിലും എക്സലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കുന്ന മൈനേഴ്സ് ആണ്. ആ ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് ആക്കുന്ന ഒരു അൽഗോരിതം ബേസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. മൈനേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കണക്ക് കൂട്ടുക എന്നുള്ള അർത്ഥം അവർ മെഷീൻസ് ഉപയോഗിച്ച് അതിനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, അതൊരു അൽഗോരിതം ആണ്. അത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ ആ മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡാണ് അടുത്ത ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ അവർക്ക് റിവാർഡ് ആയിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ അത് മൈനേഴ്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതിനാണ് മൈനിങ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് കിട്ടുന്ന റിവാർഡാണ് അതിന് പറയുന്ന പേരാണ് പ്രൂഫ് ഓഫ് വർക്ക്. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അങ്ങനെ മൈൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കറണ്ട് പോകത്തില്ല. അതിന് AC വേണം, പിന്നെ അതുപോലെ മെഷീൻ റൺ ചെയ്യാനായിട്ട് കറണ്ട് കൂടുതലായിട്ട് വേണം, വോൾട്ടേജ് കുറയരുത്, കറണ്ട് പോകരുത്, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്കും മൈനിങ്ങിന്റെ അത്രയ്ക്കും ഇത് വേണം, അത്രയ്ക്കും പൈസയും കാര്യങ്ങളൊക്കെ മുടക്കിയാലേ ഇങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ മുടക്കുന്നതുകൊണ്ട് അവർ കൂടുതൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രൈസ് കൂടും. Subscribe now.